ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച്, കാരണം നമ്മളിത് നൂഡിൽസ് വെച്ചിട്ട്, അതായത് മാഗി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. അതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറിയ 2 പാക്കറ്റ് മാഗി ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിന് മുകളിലൂടെ നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കെട്ടിക്കൊണ്ടിരിക്കും ചൂടിലിരുന്നിട്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തംബ്നെയിലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമുക്കിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നാലേ നമുക്കിത് കറക്റ്റ് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. നമ്മുടെ സവാള ഉണ്ടല്ലോ, അതൊരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില കേട്ടോ, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാഗീൻ്റെ ഉള്ളിലുള്ള ആ പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ 2 മസാല ഉണ്ട് കേട്ടോ ഇതിൽ. അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാലയിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പൗഡർ ഉണ്ടാവുമല്ലോ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ പൗഡർ, പിന്നെ നമ്മുടെ സവാളേൻ്റെ പൗഡറൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്താൽ മതി. രണ്ടും കണക്ക് തന്നെയാണ്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മുടെ ഈ മുട്ടേൻ്റെ നനവിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ ഉള്ളിവടക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മൈദ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയൊന്ന് കുറച്ച് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതൊന്ന് കുറേശ്ശെ എടുക്കുക. കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഇതിനെ ഓരോന്നായിട്ട് ഇതുപോലെ ഉരുട്ടി പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പതഞ്ഞ് വരുന്നത്. സൺഫ്ലവർ ഓയിലും മുട്ടയും കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്ക് ഇത് എടുക്കാൻ സമയമാവില്ല. ആ സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നമുക്ക് മുരിച്ചെടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്നാക്സ് കഴിക്കുമ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ മാഗി ഒരേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് മാഗിയൊക്കെ കൊടുക്കുക, അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ കുറച്ച് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്